നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, അങ്ങനെ സിനിമാ നടൻ സലീം കുമാറിൻ്റെ ശവദാഹമെല്ലാം കഴിഞ്ഞ് ആ യുഗം അവസാനിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഈ ഷോൺ ജോർജ് ഒരു കാര്യം പറഞ്ഞു. ഷോൺ ജോർജ് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളില്ല എന്ന്. ഷോൺ ജോർജ് ഞാൻ ചോദിച്ചിട്ട്, ഈ വെള്ളിക്കോലിൽ വെള്ളിയില്ല എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ ഫലം അതിൻ്റെ പ്രവൃത്തി നടക്കാതിരിക്കുന്നുണ്ടോ? നമ്മൾക്ക് പണ്ട് ഈ അളവ് നോക്കുന്ന ഒരു സാധനമാണ് തൂക്കം നോക്കുന്ന, അളവല്ല, തൂക്കം നോക്കുന്ന ഒരു ഉപകരണമാണ് വെള്ളിക്കോൽ എന്ന് പറയും. ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൽ വെള്ളിയുടെ അംശമില്ല, പക്ഷെ അതിൻ്റെ ഉപയോഗം നടക്കാതിരിക്കില്ല. അതുപോലെ വഖഫ് ബോർഡിൽ അമുസ്ലിം ഇല്ല എന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തന തടസ്സം ഒന്നും വരില്ല. മറിച്ച് ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ബോർഡ്, മറിച്ച് ബോർഡിലൊക്കെ മറ്റുള്ള ജാതികളും വരണം എന്ന് പറഞ്ഞാൽ അത് വാസ്തവം പറഞ്ഞാൽ തല്ലുകൊള്ളാത്തവൻ്റെ ക്ഷീണമാണത്. അങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് സമയം കളഞ്ഞാൽ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന മണ്ടന്മാർ മറ്റു എതിർ വിഭാഗത്തുണ്ടെങ്കിൽ അവർ ഇരുട്ടടി കൊള്ളും. അതിനൊന്നും അവസരം കൊടുക്കരുത്. നിങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞൊന്നും കുഴപ്പമില്ല, വേറെ കാര്യമുണ്ട്. അതുപോലെ നമ്മുടെ ഫെഡറൽ ബാങ്കിൻ്റെ ഡയറക്ടറേറ്റ് ആലുവയിൽ ബാബുപ്പൻ വന്നപ്പോൾ മുസ്ലിം സമുദായം ചിലവർ എതിർത്ത് പലിശ പാടുള്ള ബാങ്ക് ഉള്ളത്. അവസാനം ബാങ്ക് ലോൺ പാസ്സാക്കുമ്പോൾ ഡയറക്ടർ റെക്കമെൻഡ് ആവശ്യമായിട്ട് പോയിട്ടുണ്ട്. ഇത് പ്രേം നസീർ സിനിമയിൽ വന്നപ്പോൾ ഭ്രഷ്ട് കൽപ്പിച്ച് വിട്ടാണ്. ഭ്രഷ്ടാണ് ഇത്തിക്ക് എന്ന് പറയും അറബിയിൽ. ആ അവസാനം മൗലിമാരുടെ ഒക്കെ മകളുടെ കല്യാണത്തിനൊക്കെ നസീറിൻ്റെ ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം 100% ശരിയാണെന്നല്ല നമ്മൾ പറഞ്ഞത്. അതുപോലെ ഈ സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ മൊയ്തീൻ ഗ്രൂപ്പ് തുടങ്ങിയപ്പോഴേ ഇന്ത്യയിൽ സിനിമ വന്നിട്ട് 110 വർഷം കഴിഞ്ഞ്, കേരളത്തിൽ 100 വർഷം കഴിഞ്ഞ്, ഇതുവരും കാണികളുടെ സംഘം ഉണ്ടാക്കിയിട്ടില്ല. അതാണ് സിനിമ ആൻഡ് സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കസവ് എന്നുണ്ടാക്കി. അമ്മക്ക് മലയാള സ്ത്രീകളുടെ ഇപ്പോഴും സാരിയാണ് ഏറ്റവും വലിയ വസ്ത്രം. അതിൻ്റെ കസവ് ഇല്ലെങ്കിൽ സാരിക്ക് എന്താ പകിട്ടുള്ളൂ. നമ്മുടെ അമ്മ എന്ന സംഘടനക്കും ഞങ്ങളുടെ കസവ് ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരണ ഉപാധിയാണ് സിനിമ എന്നുള്ളത്, ഏറ്റവും കൂടുതൽ. അപ്പോൾ അതിൽ നമുക്ക് ഒരു കൈയില്ല എന്ന് പറഞ്ഞാൽ അത് മണ്ടത്താവും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ സലീം കുമാറിൻ്റെ മരണ ചടങ്ങിനോടനുബന്ധിച്ച് ഈ പത്രപ്രവർത്തകരും മറ്റ് ചാനലുകാരൊക്കെ കാട്ടിക്കൂട്ടി വിക്രയെക്കുറിച്ച് സ്വന്തം മകന് വരെ ദേഷ്യപ്പെടേണ്ടി വന്നു. ഇതാദ്യമൊന്നുമില്ല. നമ്മുടെ സിനിമയുടെ സിദ്ദീഖിൻ്റെ ഒരു കുട്ടി അല്പം അപാകത്തിലുള്ള കുട്ടിയുണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ മരണത്തിൽ പോലെ ഇത് നടന്നിട്ട് ഇതിൽ അഭിപ്രായം പറഞ്ഞു. എൻ്റെ പൊന്ന് ചാനലുകാരെ, ക്യാമറക്കാരെ, നിങ്ങൾ വിവാഹഘോഷം പോലെ അല്ലല്ലോ ഒരു മരണാവശ്യം. ആ വീട്ടുകാരനൊക്കെ എന്ത് വന്ന് വിഷമമുണ്ടാവും. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടി ഒന്ന് മാന്യത പുലർത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, മുസ്ലിം സമുദായത്തിൽ അപ്പോൾ മുസ്ലിങ്ങൾ കൂടി വേണ്ടി വാദിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താണ് എൻ്റെ സമുദായം സബീലെ മില്ലത്ത് എന്നൊരു ചെറിയൊരു വട്ടം അല്ലെങ്കിൽ ഒരു പദവി നൽകണ്ടേ? ഇത് സമുദായത്തെ വഴികാട്ടിയതാണ്. അവിടെ ഞാൻ വലിയ ആളായതുകൊണ്ടല്ല, അഹങ്കാരം പറയില്ല, സമുദായത്തെ കൂടി വാദിക്കണ്ടേ? KPCCയുടെ പ്രസിഡന്റ് കഴിഞ്ഞ 60 വർഷത്തിന് ശേഷം ഒരു മുസ്ലിം വന്നിട്ടില്ല. അതേ സ്ഥാനത്ത് എം എം ഹസൻ വന്നെങ്കിലും അംഗീകരിക്കണില്ലല്ലോ ഇപ്പോഴും. അങ്ങനെ കോൺഗ്രസ്സുകാർ പോലും അംഗീകരിക്കുന്നില്ല. അതങ്ങനെ ഒരു ചാർജ് കൊടുത്തോന്നുള്ളൂ. ടി ബാബാസാഹിബിന് ശേഷം ഞാൻ കേട്ട് 14% മാത്രം മുസ്ലിങ്ങളുള്ള കർണാടകയിൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് 5 മുസ്ലിം മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 33% ഉണ്ടായിട്ട് 6 ആയപ്പോൾ എന്തോ ഒരു കോലാഹലം ഉണ്ടാക്കി. മുസ്ലിം സമുദായമേ, നിങ്ങൾ ഇത് ഏത് കാലത്താണ് ഇനി ഇതൊക്കെ മനസ്സിലാക്കുന്നത്? നിങ്ങൾ ഭൗതികമായിട്ട് നേട്ടമില്ല, ഞങ്ങൾക്ക് ആത്മീയമാണെങ്കിൽ, നിങ്ങൾ ആത്മീയമാണെങ്കിൽ പള്ളിയിൽ പോയി ഇരിക്കണം. രാഷ്ട്രീയത്തിൽ വരരുത്. രാഷ്ട്രീയത്തിൽ വന്നത് ഭൗതികമാണ്. അത് നമുക്ക് അവകാശപ്പെട്ടത്, അന്യായമായിട്ടൊന്നുമില്ല. അവകാശപ്പെട്ട് ചോദിക്കുക തെറ്റില്ല, വർഗീയതയല്ല, ഒന്നുമില്ല. അത് വർഗീയ എന്ന് പറഞ്ഞാൽ ഷോൺ ജോർജിൻ്റെ ചന്തിക്കടിക്ക് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് ചന്തിക്കടിക്കണം. അപ്പോൾ മൊയ്തീൻ ഷാ എന്നും പറയാൻ പറ്റില്ല. കാരണം ജനങ്ങൾക്ക് മൊത്തത്തിലാണ് നമ്മൾ പറയുന്നത്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. പക്ഷെ അക്കൂട്ടത്തിൽ മുസ്ലിങ്ങൾ കൂടി വേണമെന്നാണ് പറയുന്നത്, കൂടി വേണമെന്നുള്ളതാണ്.
ഞാൻ ഈ മുസ്ലിം ലീഗ് കേരളത്തിൽ 48 തുടങ്ങി കേരളത്തിൽ 67 വർഷമായിട്ട് ഭരണത്തിലുണ്ട്. അതിൽ 67% പിന്നെ ഭരണത്തിലുണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ലീഗുകാരെ നിങ്ങൾ പിണങ്ങാൻ വേണ്ടി പറഞ്ഞല്ല, നിങ്ങൾ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥതലം ഉണ്ടായിരിക്കണം. ഇപ്പോൾ 14% കർണാടകയിൽ 5 മുസ്ലിം മന്ത്രി ഉണ്ടായത് ലീഗിട്ടായിട്ടാണോ? ഇവിടെ 33% ഈ ലീഗ് ഇത്രയും കൊട്ടിഘോഷിച്ച് നടന്നിട്ട് 33% ഉണ്ടായിട്ടും എന്താണ് ആനുകൂല്യം കിട്ടുന്നത്? ഞാൻ 2 ഉദാഹരണം പറയാം. ലീഗ് കുഞ്ഞാക്കയോട് പറയണം, കുറച്ച് ബോധമുള്ള കുഞ്ഞാക്കയാണല്ലോ. ആ പാല പട്ടണം, പാല മണ്ഡലം, നിയോജകമണ്ഡലം, അല്ല തൊടുപുഴ നിയോജകമണ്ഡലം, ഈ 2 മണ്ഡലം നിങ്ങൾ സന്ദർശിച്ചേ സാധാരണ കേരളത്തെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ പുരോഗതി അവിടെ ഉണ്ടായിട്ട്. റോഡാണ് ആദ്യം കാണുന്നത്, മറ്റേ ആ റോഡ് മറ്റല്ല, പാലയും തൊടുപുഴയും, ഒന്ന് മാണി സാറിൻ്റെ, ഒന്ന് PJ ജോസഫ് സാറിൻ്റെ. അവരവർ സമുദായത്തിന് വേണ്ടി, അവരുടെ നാടിന് വേണ്ടി ശ്രദ്ധിച്ചതേ. ഈ കുഞ്ഞാക്കായൊക്കെ എത്ര വർഷമായി. ഞാൻ ഞാൻ വേങ്ങരയിൽ ഇലക്ഷൻ നേരിട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ ഒരു ലോഡ് ജൂല അവിടെ ഇല്ല, അത് പോട്ടെ, ലോഡ് പോട്ടെ, ഒരു നല്ല റോഡില്ല. ഇന്നും മലപ്പുറത്ത് വന്ന് പോകണമെങ്കിൽ എന്തൊരു പ്രയാസമാണ്. ഒരു റെയിൽവേ ലൈനില്ല, പിന്നെ ഇതില്ല, റോഡ് മാർഗം വളരെ മോശമാണ്. എടപ്പാൾ കഴിഞ്ഞ് എടപ്പാളിൽ നിന്ന് മലപ്പുറം ജില്ലയിലേക്ക് പോകണമെങ്കിൽ 10-30 കിലോമീറ്റർ ഒരുപാട് ദുരിതമാണ്. നിങ്ങൾ എന്താണ് ഇത്രയും കാലം ചെയ്തുകൊണ്ട്? നിങ്ങൾ നന്നായോ? ഞാൻ ഒരു കാര്യം പറയാം. എറണാകുളം ജില്ല എടുക്കുക. എറണാകുളം ജില്ല മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രമുള്ള ഇബ്രാഹിം കുഞ്ഞൊക്കെ കോടികളിട്ട് കൈകാര്യം. ഇതേവരെ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് സ്വന്തമായിട്ടൊരു ഓഫീസ് ഉണ്ടാക്കാൻ പറ്റില്ല. എങ്ങനെയോ തട്ടിക്കൂട്ടി ഒരു ചെറിയ 2 സെന്റിലോ 3 സെന്റിലോ ഒരു പഴയ കേട്ട അത് താങ്ങ് കൊടുത്താൽ ഇരുമ്പ് കെട്ടി മറിഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി. അതാണോ? ഇനിയെങ്കിലും ഇബ്രാഹിം സാഹിബിൻ്റെ മകൻ ഇപ്പം മന്ത്രിയായില്ലോ, ഇനിയെങ്കിലും അദ്ദേഹത്തോട് പറയാണ്, നിങ്ങൾ മനസ്സെത്തി എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ, എല്ലാ ജില്ലാ കമ്മിറ്റിയിലും ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് കുറച്ച് അല്പം അകതായാലും വാങ്ങിച്ചിട്ട് നല്ലൊരു ഓഫീസ് ഉണ്ടാക്കുക. ഇത് പറയുമ്പോൾ നമ്മുടെ വെള്ളപ്പള്ളി സാറ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ലിജോ മന്ത്രിയും നമ്മുടെ രമേശ് മന്ത്രിയും പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അറിയിച്ചു. ഞാൻ ഒരു പരിപാടിയിൽ 2-3 വർഷം മുൻപാണ്, ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് ഉള്ള കാലത്താണ്, മന്ത്രി തന്നെ രാജിവെച്ചിട്ടുണ്ട്. മന്ത്രി സ്ഥലമാണെന്നുണ്ട്, അന്ന് മന്ത്രി രാജിവെച്ചിട്ടുണ്ട്. നമ്മുടെ മുഷ്താഖ് അഹമ്മദ് ജഡ്ജി, തൃശ്ശൂർക്കാരൻ, മതിലൂർക്കാരനാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിൽ ക്ഷണിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു. അവസാനം നോട്ടീസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇബ്രാഹിം കുഞ്ഞുണ്ടെന്ന് പറഞ്ഞു. നോ ഞാൻ വരില്ല, ഇബ്രാഹിം കുഞ്ഞ് അഴിമതി കേസിൽ പെട്ട ആളാണ്, ശരിയായിട്ടുള്ള. അപ്പോൾ ജഡ്ജിമാർക്ക് വരാൻ പറ്റില്ല. അതുപോലെ 100 അഴിമതി കേസ് കോടിക്കണക്കിന് രൂപയുടെ കുറ്റവാളിയായിട്ട്, ക്രിമിനൽ കുറ്റവാളിയായിട്ട് നിൽക്കുന്ന ഒരാളെ യോഗത്തിൽ ആഭ്യന്തരമന്ത്രി ചെല്ലാന്ന് പറഞ്ഞാൽ എന്താണോ ഇത് നീതി? അതിൽ അവസാനം പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നു ഈ മാന്യന്മാരോടൊക്കെ. അങ്ങനെയാണ് അവസാനം ലിജോ അല്ലല്ലോ ലിനോ എന്താണ് പോവില്ല എന്ന് പറഞ്ഞത്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായമാണ്? ഒരു കോടതിയിൽ 100 കേസ് എടുക്കുക. ഇന്നിപ്പോൾ VM സുധീരൻ്റെ കെയർ ഓഫിൽ അദ്ദേഹത്തിൻ്റെ കവർ ലെറ്ററോടുകൂടി ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പിന്നെ ഈ ലിജോയ്ക്കൊക്കെ, ലിജോ എന്നല്ലല്ലോ ഇപ്പൊക്കെ ഒരു പരാതി പോയിട്ടുണ്ട്. അതാണ് ആ മനുഷ്യൻ മരിച്ചില്ല, ആത്മഹത്യ ചെയ്ത് 33 പേജ് എഴുതി വെച്ചിട്ട്. അതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷമായിട്ട് LDF ഗവൺമെൻറ് കാലത്ത് അനങ്ങിയില്ല. കേസൊന്നത് അതൊന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞത് VM സുധീർ അവരുടെ കവർ ലെറ്റർ കൂടി കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞത് തെറ്റ് ചെയ്യാം, എന്ത് മനുഷ്യനാണ്, സഹജമാണ്. പക്ഷെ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും ആ തെറ്റൊരു ന്യായീകരണം വേണം. ന്യായീകരണമില്ല തെറ്റ് ആര് ചെയ്താലും അത് നമുക്ക് കൂട്ടിവെക്കാൻ പറ്റില്ല. അതാണ് ഈ വെള്ളപ്പള്ളിയുടെ കാര്യത്തിൽ ഇപ്പോൾ പറയുന്ന കേസ്. അതുപോലെ നമ്മളെ മുസ്ലിങ്ങളോട് തന്നെ പറയാണ്, KPC പ്രസിഡന്റ് എത്ര കാലം അതിനെക്കുറിച്ച് KPC ഭാരം. ഇപ്പോൾ അവസാനം ബെന്നി ബെഹനാൻ എൻ്റെ നാട്ടുകാരൻ, എൻ്റെ വളരെ സുഹൃത്താണ്. അതേ KPC പ്രസിഡന്റ്, എനിക്ക് തടസ്സമൊന്നുമില്ല. പക്ഷേ പ്രാതിനിധ്യം വേണ്ടേ, സാമുദായിക പ്രാതിനിധ്യം. അങ്ങനെ വരുമ്പോൾ ഒരു മുസ്ലിമിൻ്റെ KPC പ്രസിഡന്റ് എല്ലാ സാഹചര്യമുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് സമ്മതിക്കില്ല, പറയില്ല എന്നാണ് എൻ്റെ മനഃശാസ്ത്രമായിട്ട് നോക്കിയാൽ മുസ്ലിം സമ്മതിക്കില്ല. മുസ്ലിം ലീഗിൻ്റെ കെയർ ഓഫ് സമസ്യ സമ്മതിക്കില്ല. ഇവിടെ കാന്തപുരം ഗ്രൂപ്പ് ഉണ്ടല്ലോ, അത് 2 പെട്ടല്ലോ.
പിന്നെ MES ഉണ്ടല്ലോ, എത്രയോ മുസ്ലിം സംഘടനകളുണ്ട്, ജമാഅത്ത് കൗൺസിൽ ഉൾപ്പെടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബന്ധപ്പെട്ട അധികാരികളോട് ഒരു നിവേദനം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന, പത്രദ്വാര അഭ്യർത്ഥന നേരിട്ട് കൊടുത്ത നിവേദനമാണ്. നിവേദനം നടത്തി പറയാൻ പാടില്ല, ഞങ്ങളുടെ സമുദായത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനമാണ് 10-50 വർഷമായിട്ട് ഇല്ല. നിങ്ങൾ പറയുന്നല്ലോ, നിങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തെ, വെള്ളപ്പള്ളി സമുദായത്തെ, NSSനെ ഒക്കെ നോക്കി അവരെന്തെല്ലാം സംഘടിത ശക്തി നേടിയെടുക്കുന്നുണ്ട്. ഞാൻ ഉദാഹരണം, കഴിഞ്ഞ ദിവസം 25 ലക്ഷം രൂപ കൊടുത്തൊരു ബസ് വാങ്ങിക്കാൻ IB ഗഡിൻ്റെ ഫണ്ടിൽ നിന്ന് തോപ്പുടിയിൽ ക്രിസ്ത്യൻ സ്കൂൾ മാനേജറിന് കൊടുത്ത് അത് ഉദ്ഘാടനം ചെയ്യുന്ന വിശ്വാസം. കൊച്ചിയുടെ ഫാദർ എന്താണ് പറയുന്നത്, അച്ഛനെ, കൊച്ചിയുടെ അച്ഛനാവില്ലല്ലോ, കൊച്ചിയുടെ ഫാദർ പിന്നെ എന്തുകൊണ്ട് മേയറായി കൊച്ചിയുടെ പിതാവെന്നുണ്ട്, എന്തുവാട്ടെ അങ്ങനെ പറഞ്ഞു വാങ്ങിക്കട്ടെ. നമുക്ക് മുസ്ലിം സമുദായത്തിലുള്ള ഒരു 3 MP മാരുണ്ടല്ലോ, 2 ലീഗും 1 കോൺഗ്രസും. നിങ്ങളുടെ മണ്ഡലങ്ങളിൽ നിങ്ങൾ ഫണ്ട് എത്ര ഉപയോഗിച്ചു? തർക്കമുണ്ടാക്കാനല്ല, എല്ലാവർക്കും തുല്യ നീതി കിട്ടാൻ വേണ്ടിയാണ്. തന്നെയല്ല, കഴിഞ്ഞൊരു 2000 ശേഷം 2025 കാൽ നൂറ്റാണ്ടുകൊണ്ട് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രം ക്രിസ്തീയ പിന്നെ അപൂർവമാണ് മറ്റുള്ളത്, അവർ സഭയുടെ സ്കൂളിലൊക്കെ എത്ര കോടി രൂപ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ കാര്യം സ്കൂളിന് വേണ്ടി മറ്റൊക്കെ ആയിട്ട്. നിങ്ങളുടെ മണ്ഡലത്തിൽ, കുഞ്ഞാക്കൽപ്പിയിലെ മണ്ഡലമുണ്ടായതല്ലേ, നിങ്ങളുടെ മണ്ഡലത്തിൽ നിങ്ങൾ എത്ര കോടി അല്ലെങ്കിൽ എത്ര രൂപ മുടക്കിയിട്ട് ഒരു ദോളപത്ത് ഇറക്കുമ്പോൾ ഒന്ന് പറയൂ, ജനങ്ങൾ അറിയട്ടെ. പിന്നെ ബഷീറിൻ്റെ മണ്ഡലത്തിൽ, മറ്റേ തൊപ്പിക്കാരൻ്റെ മണ്ഡലത്തിൽ, പിന്നെ ഉള്ളത് ഇപ്പോൾ രാജ്യസഭയിൽ വന്ന ഒരാളുണ്ടല്ലോ, പിന്നെ ഉള്ളത് ഷാഫിയാണ്. ഇപ്പോൾ നിങ്ങളുടെ മണ്ഡലത്തിൽ ഞങ്ങളുടെ സമുദായത്തിന് വേണ്ടി അത് പറയുന്നത് പേടിക്കണത്, എല്ലാവർക്കും ചെയ്യണം. സമുദായത്തിന് വേണ്ടി ഇത്ര ഫണ്ട് കൊടുത്ത് ഒരു ധവളപത്രം അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കൊടുക്കണം, ചെയ്യുന്നില്ല. ഇതെന്നാണ് ഇത് ചെയ്യേണ്ടത്? ഞാൻ വീണ്ടും പറയേണ്ടത്, നിങ്ങൾ മറ്റ് സമുദായങ്ങൾക്ക് കിട്ടേണ്ട യാതൊരു അവകാശങ്ങളും നിങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് ആനുപാതികമായി, നമുക്കിവിടെ, ഞാൻ മുസ്ലിമാണ്, നമുക്ക് മുസ്ലിം സമുദായത്തിന് ആനുപാതികമായിട്ട് കിട്ടേണ്ട ആനുകൂല്യം ചോദിക്കും വർഗീയതല്ലെന്നേ. ആനുപാതികം കൊടുക്കുക. നിങ്ങൾ പറയുന്ന RSനും BJPക്കും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ മുസ്ലിങ്ങൾ മുഴുവൻ ഒരു കൊടുക്കൽ സംഘടിപ്പിച്ചാലും BJPക്കും RS ഒരു ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരും അപ്പോൾ ക്ലിയറായി. നിങ്ങൾ സമ്മതിക്കണ്ടോ? KPCC പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ആൾക്കാരുണ്ട്, ഞങ്ങളുടെ 2-3 സ്ഥാനാർത്ഥികൾ ചെയ്യണം. SNDP മഠം 35 ലിസ്റ്റ് കൊടുത്ത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ മഠം, SNDP മഠം, മഠത്തിൽ വർക്കാശൂരി മഠം. നിങ്ങളൊരു 2 പേര് കാര്യമുള്ളൂ. ഞാൻ ഒരിക്കലും ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, പിണറായി സഖാവ് പറഞ്ഞു, പിണറായി സാറിൻ്റെ PA പറഞ്ഞാൽ കേട്ട് ഇവിടെ കാന്തപുരം അബൂബക്കർ സമൂച്ചാർ വലിയ ലോക നേതാവാണല്ലോ, അദ്ദേഹം ആലുവ പാലസ് വെച്ച് അന്ന് മുഖ്യമന്ത്രിയാണ് പിണറായി സഖാവിന് കണ്ട് നിവേദനം കൊടുത്ത്. എന്നറിയോ, ഇബ്രാഹിം കുഞ്ഞിനെ ആലുവയിലും യൂസഫിനെ ആലുവ ഒരുമിച്ച് കൊടുക്കരുത്, രണ്ട് സ്ഥലത്താക്കണമെന്ന്. അതങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇപ്പോഴിച്ചിരി ടൈറ്റുള്ള, അന്നെല്ലാം കഴിവില്ല, അത് മനസ്സിൽ വിചാരിച്ചതാണ്. ഇത് മണ്ടന്മാരാ. ഞാൻ കേരളത്തിൽ മുഖ്യമന്ത്രി സർവ്വ അധികാരി, എന്നോട് അവർക്ക് 2 സീറ്റ് ചോദിക്കാൻ പാടില്ലായിരുന്നു, 2 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി. ഇല്ല, ചോദിച്ചില്ല. ഇത് ഏത് കാലം നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾ ഞെക്കി പിഴിഞ്ഞ് സമുദായത്തിൽ തന്നെ സമ്പന്നന്മാരെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ കുറച്ച് പണ്ട് ചിലരൊക്കെ അറബികളുടെ പണവും, അത് മാത്രം പോലല്ലോ, കാര്യം സർക്കാരിൻ്റെ പണവും നമുക്ക് വേണ്ടേ. മറ്റുള്ള സമുദായങ്ങൾ കൊടുക്കുമ്പോൾ ആ വിഹിതം കൂടി ഗവൺമെൻറ് കിട്ടണം. ഇപ്പോൾ ഈ പറയുന്ന റവന്യൂവിൻ്റെ 60% ലീഗ് മന്ത്രിമാരാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തൊരു വിരോധാഭാസമൊക്കെ. റവന്യൂവിൻ്റെ സർക്കാർ വരുമാനത്തിൽ 60% കൂടുതലും ലീഗ് കൈകാര്യം ചെയ്യുന്നുണ്ടാവും പരാതി. എന്നിട്ട് എവിടെയും ഇതുണ്ടാക്കണത്? മലപ്പുറം നല്ല റോഡുണ്ടോ? നിങ്ങൾ നോക്ക്, മഞ്ചേരി ജില്ലാ ആശുപത്രി, മഞ്ചേരി ജില്ലാ ആശുപത്രിയാണ്. അവിടെ ഒരു മെഡിക്കൽ ബോർഡ് വെച്ചല്ലാതെ ഒരു മാറ്റം വരുത്തിയില്ല. ആ ജില്ലാ ആശുപത്രി എന്നുള്ളത് മാറ്റി മെഡിക്കൽ കോളേജ് ബോർഡ് വെച്ചു. ഒരു സൗകര്യമില്ല സാധാരണ. എന്നിട്ട് എല്ലാം പറയുന്നത് ഈ സമ്പത്ത് മുഴുവൻ ഖജനാവിൽ പണം മുഴുവൻ മുസ്ലിങ്ങളോട് കൊടുക്കുന്നത്. ഈ തെമ്മാടിത്തല്ല ഈ പറയുന്നത്. കാര്യകാരണ സഹിതം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല? പ്രതികരിക്കണം. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്, അവന് പ്രതികരണശേഷി ഉണ്ടാകണം. പ്രതികരണശേഷി ഉണ്ടാകണമെങ്കിൽ അത് ബോധവൽക്കരണം ചെയ്യണം. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ബോധവൽക്കരണം ചെയ്യാണ്. കുറേ വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 10-50 വർഷമായിട്ട്
എല്ലാവർക്കും പ്രതികരണശേഷി ഉണ്ടാകാൻ വേണ്ടി ഉള്ള ബോധവൽക്കരണമാണ്. അതിനിടയ്ക്ക് ഞങ്ങളുടെ സമ്പാദ്യവും ഞങ്ങളുടെ സ്ഥാനമാനങ്ങളും നഷ്ടപ്പെടുന്നു പോകുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് ചെയ്യണം. അതിനർത്ഥം മറ്റ് സമുദായത്തെ ആക്രമിക്കാതെ നാടിനെ എതിർക്കാന്നല്ല. നാടിനെ സ്നേഹിച്ചുകൊണ്ട് മറ്റെല്ലാ സമുദായങ്ങളെയും നമ്മൾ സ്നേഹിച്ചുകൊണ്ട് ഗാന്ധി പറയും പോലെ ഒരു റോസാ ചെടിയിൽ നിന്ന് പൂ നുള്ളുമ്പോൾ അതിൻ്റെ ആത്മാവ് വേദനിക്കുക എന്ന് പറയുന്ന ആ തത്വശാസ്ത്രം വെച്ച് അന്യവനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന പോലും പാവമാണെന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് ഉടമകളെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. പക്ഷെ നമ്മൾ അവകാശം നേടിയെടുക്കണം. വയനാട്ടിൽ വരെ മെഡിക്കൽ കോളേജ്, പുതിയ മെഡിക്കൽ കോളേജ്. എറണാകുളത്ത് എത്ര ഉണ്ട് പറയും? എത്ര ഉണ്ട്? സർക്കാരിൻ്റെ വക 2 ഉണ്ട്. അതിപ്പോൾ എറണാകുളം അതുകൊണ്ട് പിന്നെ ഇവിടെ കളമശ്ശേരിയിലുണ്ട്. എറണാകുളത്ത് മെഡിക്കൽ കോളേജിലെങ്കിലും അത് എല്ലാ സൗകര്യമുള്ള. പക്ഷെ മലപ്പുറം ഏറ്റവും കൂടുതൽ ജില്ലയുള്ള മെമ്പറുള്ളത് 50, 55, 60 ലക്ഷം ജനങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആക്കിയത് ആ ബോർഡ് മാറ്റുള്ളൂ. ഞാൻ കുഞ്ഞാക്ക അല്ലെങ്കിൽ ലീഗ് നേതാക്കളെ ഞാൻ നിങ്ങളെ കുറ്റം പറയല്ല. നിങ്ങൾക്ക് മറ്റ് സമുദായങ്ങളുടെ നേതാക്കളെ പോലെയല്ല അല്പം സ്വല്പം അക്കാര്യത്തിൽ വീഴ്ചയുണ്ട്. കാരണം മറ്റു അവരുടെ പോലത്തെ കമ്പ്യൂട്ടർ സിസ്റ്റമോ അല്ലെങ്കിൽ സിസ്റ്റം ഒന്നും ഇല്ല, അത് പത്രത്തിലില്ല. അതൊക്കെ ഉൾക്കൊള്ളാം. പക്ഷെ എങ്കിലും നിങ്ങൾ പേരുദോഷം കേൾക്കുന്നതല്ല വല്ല ചെയ്തു കൊടുക്കണ്ടോ? മലബാറിലെ കുട്ടികൾ ഇല്ലാതെ, കുട്ടികൾ പഠിക്കാൻ സീറ്റില്ലാതെ കഷ്ടപ്പെടുമ്പോൾ തിരുവിതാംകൂറിലെയും തിരുക്കൊച്ചിയിലെയും സ്കൂളുകൾ കുട്ടികളില്ലാതെ പൂട്ടി പോകുന്നു. ഇതൊരു വിരോധാഭാസമല്ലേ സാർ? അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യകാലത്തിൽ വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്. അതിൻ്റെ പരിപാടി പല 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 വലിയ വലിയ ബോധവൽക്കരണം നടത്തി പ്രതിനിധിശേഷി ഉണ്ടായി വന്നത്. ഇപ്പോൾ പ്രതിനിധിശേഷി വന്നു തുടങ്ങി. നമുക്ക് ആരോടും പ്രത്യേക താല്പര്യമില്ല, പ്രത്യേക എതിർപ്പുമില്ല. പ്രശ്നാധിഷ്ഠിതമാണ് നമ്മളുടെ റിപ്പോർട്ട്. ഒരു കാര്യം കേട്ടാൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കും. അതിന് പ്രശ്നാധിഷ്ഠിതമാണ്. അല്ല അന്ധമായ സ്നേഹവും അന്ധമായി വെറുപ്പുമില്ല. ഇനി മുസ്ലിം സമുദായത്തിൽ നമുക്ക് അന്യായമായ കാര്യം നേടിയെടുക്കുമ്പോൾ നമ്മൾ കൂട്ടു നിൽക്കില്ല. മറ്റ് സമുദായമാണെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട് കിട്ടാതിരിക്കാനും ശ്രമിക്കില്ല. അതാണ് ന്യായമായ ചിന്താഗതി എന്നത്. ഹ്യൂമനിസം, നീതി. എന്തുകൊണ്ട് നിങ്ങൾക്ക് പോലെ ഞങ്ങൾ വീണ്ടും പറയാണ്, KPCC പ്രസിഡൻ്റായിട്ട് ഒരു മുസ്ലിം സമുദായം ഒരാളെ വഹിക്കണം. അത് ന്യായമാണ്, അത് വളരെ ശരിയാണ്. വോട്ടിൻ്റെ പാറ്റേൺ എടുത്താലും ഞാൻ പറഞ്ഞത് 4 വോട്ട് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ UDF കിട്ടിയ 4 വോട്ട് എടുത്തു കഴിഞ്ഞാൽ 3 വോട്ടും കിട്ടിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തിൻ്റെയാണ്. ബാക്കി 4 1 വോട്ടാണ് അമുസ്ലിങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഇത് കറക്റ്റാണ്, കണക്കാണ്. എന്നിട്ട് അതിനത് എന്തെങ്കിലും അവകാശങ്ങളോ അംഗീകാരമോ ഈ സമുദായം കൊടുക്കണ്ടോ? അങ്ങനെ ഒരു സമുദായം ഉണ്ട് എന്ന് ഉള്ള ചില മേഖലകളിൽ അങ്ങനെ ചിന്ത പോലും ഇല്ല. KPCC പ്രസിഡന്റ് ഒന്നല്ലോ. അവസാനം ചാനലുകാരൊക്കെ പറഞ്ഞ 2 പേര്. ഇവിടെ ഒരു 10-30% 3 ജനസംഖ്യയുടെ ഒരു വിഭാഗം ഉണ്ടെന്നും അതിൽ 99-95% പിന്നെ UDF വോട്ട് ചെയ്യുന്നവരാണെന്നും ധാരണ അറിയുപോലില്ല. ക്രിസ്ത്യാനിക്ക് കൊടുത്തോ നായർക്ക് കൊടുത്തോ ഈടിന് കൊടുത്തോ അല്ലൊന്നും നമുക്ക് പരാതിയില്ല. പക്ഷേ പ്രാതിനിധ്യം വേണം. ഇപ്പോൾ SNDP പോരായി എന്നുള്ളത് എനിക്കറിയാം, ഞങ്ങളും പറയാം. പക്ഷേ വോട്ട് 85-88% വോട്ടും നിങ്ങൾ LDF കൊടുത്തിട്ട് 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കിട്ടുന്ന SNDPക്ക് പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ജനസംഖ്യക്ക് ആനുപാതികമല്ല മന്ത്രിസ്ഥാനം MLA സ്ഥാനം കൊടുക്കുന്നാൽ സീറ്റ് പോവില്ലേ? അർഹതപ്പെട്ട് കൊടുക്കണം. അർഹതപ്പെട്ട് ഇല്ല, നിങ്ങൾക്കത് ഇല്ല. നിങ്ങൾ വോട്ട് പോകാൻ പോകുന്ന LDFിലേക്കാണ്. ഉദാഹരണം, ബീഹാറിൽ കോൺഗ്രസ് ഗവൺമെൻറ് 100 സീറ്റ് ചോദിച്ചു, അല്ല കോൺഗ്രസ് 100 സീറ്റ് ചോദിച്ച് ആ മണ്ടൻ ലാലുവിൻ്റെ മോൻ 100 കൊടുത്ത് അവസാനം 24 സീറ്റോട് ജയിച്ചുള്ളൂ. ബാക്കി 76% തോറ്റുപോയി. ആ ഒറ്റ കാരണമാണ് ബീഹാർ ഭരിക്കായിരുന്നത്. അല്ലെങ്കിൽ ഇന്നും ലാലുവിൻ്റെ പാർട്ടിയുടെ കയ്യിൽ തന്നെ. അതുപോലെ സീറ്റ് അവർ 50 മറ്റുള്ള കൊടുക്കുമല്ലോ, 30 സീറ്റ് 7 വിഭാഗത്തിൽ കൊടുക്കാമെന്ന് വെച്ച് ജയിപ്പിച്ചെടുക്കണ്ടേ? കൊടുത്താൽ മതിയോ? അതാണ് നമ്മൾ പറഞ്ഞത്. അല്ല 7 വിഭാഗത്തോടൊന്നും യാതൊരു ഇഷ്ടവുമില്ല. ഇന്ത്യയിൽ കേരളത്തിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ്. അതിൽ വെള്ളാപ്പള്ളി വന്നു ചേർന്ന് അദ്ദേഹം ആ ഒരു രാഷ്ട്രീയക്കാരനോ പിന്നെ രാഷ്ട്രീയ മീമാംസമൊന്നുമല്ല, ഫിലോസഫിസ്റ്റൊന്നുമല്ല, ഒരു സാധാരണ അബ്കാരി ബിസിനസ്. അറിയില്ല, അബ്കാരി ബിസിനസ് കള്ളക്കടത്തിൽ പോയ ദോഷം അറിയോ? ലാഭം മാത്രം കുറിച്ച് ബാക്കി ഒരു മാന്യത. അതാണ് അതിന് പൊതു സമൂഹം അംഗീകരിക്കുന്നത്. കള്ളക്കടത്ത് എന്താ കുഴപ്പം? അന്യനാട്ടിൽ നിന്ന് വില കൊടുത്ത് സാധനം കൊടുത്ത് കട്ടുകൊണ്ടതല്ല. പക്ഷേ അതിന് ടാക്സ് കൊടുക്കാതിരിക്കുമ്പോൾ അവർക്ക് ലാഭമാണ് നേട്ടം, വേറെ ഒന്നും ചിന്തയില്ല. അതുപോലെ അബ്കാരി കള്ളുവെച്ചെടുക്കാർക്ക് ലാഭം മാത്രമേ ഉള്ളൂ, വേറെ നന്മയൊന്നുമില്ല. അതാണ് ജനങ്ങൾ അംഗീകരിക്കാത്തത്. അപ്പോൾ അതല്ലാതെ കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ലീഗിനും പിന്നെ SNDP വെള്ളപ്പള്ളിക്കല്ല ഈഴവന് കൊടുക്കുന്നില്ല. ശരിയാണത്.
കൊടുക്കണമെങ്കിൽ വോട്ട് കൂടി കിട്ടണം. സർക്കാർ ജോലിയിൽ റിസർവേഷൻ ആണെങ്കിൽ ഓക്കെ, ആളെണ്ണി നോക്കാം, വോട്ടിൻ്റെ വിഷയമല്ല. ജനാധിപത്യത്തിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വോട്ട് കൂടി കൊടുക്കണം. അത് ചെയ്യുന്നുണ്ടോ? അവിടെയാണ് വിഷയം. അത് ചെയ്യുന്നില്ല. അത് മനസ്സിലാക്കാതെ അന്ധമായിട്ട് കോൺഗ്രസ് എതിർത്തോ അല്ലെങ്കിൽ എതിർത്തിട്ട് കാര്യമില്ല. ഈഴ വിഭാഗത്തിൽ നിന്ന് 85-88% വോട്ടും LDFിലാണ് കാലാകാലം കൊടുത്തിരിക്കുന്നത്. അതിനെതിരെ ഒരു അംഗീകാരവും LDF കൊടുക്കുന്നില്ല. പക്ഷെ അത് ചോദിച്ചു വാങ്ങി വെള്ളപ്പള്ളി ആൾക്കാർക്ക് പറയാൻ ധൈര്യമില്ല, പറയുന്നില്ല. പരം മുസ്ലിങ്ങളുടെ പേര് പറയണം. എന്താ കാരണം അറിയും? ഈ മുസ്ലിങ്ങളുടെ പേര് പറയാൻ കാരണം സഭയ്ക്കും വെള്ളപ്പള്ളിക്കും ഇനി NSSനും പറയാൻ കാരണം ആ ഒരു ശത്രുവിനെ കാണിച്ചാൽ മാത്രമേ ഇവിടെ അണികൾ പിടിച്ചെത്താൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് വെള്ളപ്പള്ളിക്ക്. NSSനുണ്ട്, സഭയ്ക്കുണ്ട്. അതാണ് ലവ് ജിഹാദും മറ്റേ കല്യാണം ജിഹാദ്, പിന്നെ നാർക്കോട്ടിക് ജിഹാദും ഒക്കെ. നാർക്കോട്ടിക് ജിഹാദ്, ഇപ്പം നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രമേശ് ജി തൂഫാൻ നല്ല കാര്യമാണ്. പക്ഷെ എൻ്റെ പൊന്ന് സാറേ, അതുകൊണ്ട് എന്താ കാര്യമുള്ളേ? പുക വലി നന്നല്ല എന്ന് പറഞ്ഞിട്ട് ഐക്യരാഷ്ട്ര സംഘടന $100 കോടി പരസ്യം കൊടുക്കുന്നുണ്ട്. ആരും അറിയുന്നുണ്ടോ? സിഗരറ്റുകൾ വലിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറെ കുറവുണ്ട്. നിങ്ങൾ ലക്ഷം കോടി രൂപ പരസ്യം കൊടുക്കണം. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യത്തിനിടയിൽ 100 കോടി പരസ്യം കാണാതെ പോകുന്നു. ഒരു പെട്രോമാക്സ് കത്തിച്ച് ഒരു മെഴുതി കത്തിച്ചാൽ വെളിച്ചം കിട്ടുമോ? കാണുമോ? ഇല്ല. അതുപോലെ തൂഫാൻ പാവം രാഹുൽ രമേശ് ജി നല്ല കാര്യമാണ്. അതല്ല കാര്യമില്ല. അതിന് നീ എവിടെയാണ് ഇരിക്കുന്നത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന 3 വ്യാപാര ചാമ്പല, ഒന്ന് അവയവദാനം, പണ്ട് ആയുധ ബിസിനസ്, ഒന്ന് ഈ ലഹരി. അത് കൊളംബിയ ഇത് കേന്ദ്രമായിട്ട്, അമേരിക്കയിൽ കൊളംബിയ എന്ന സ്റ്റേറ്റ് കേന്ദ്രമായിട്ടാണ്. അത് ക്രിസ്ത്യൻസ് തന്നെയാണ് ഇവിടെ നടത്തുന്നത്. അതൊന്നും നമ്മുടെ അച്ഛന് കാണുന്നില്ല. പാവം ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിൽ നാമധാരി, അവരൊക്കെ കഞ്ചാവ് വെച്ചോ ചെയ്തവർ നാമധാരി മാത്രമുള്ള മുസ്ലിമല്ലേ. യഥാർത്ഥ മുസ്ലിം കള്ളിൽ കഞ്ചാവ് വെച്ചോടോ വെൺമാണിപ്പോ അല്ലെങ്കിൽ കള്ള് വെച്ചോടും ചെയ്യാൻ പാടില്ല, പലിശ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവരൊക്കെ നാമധാരി മാത്രമാണ്. അവരുടെ ബോംബെയിലൊക്കെ ചില മുസ്ലിങ്ങളുടെ അവർക്ക് വെള്ളിയാഴ്ച പള്ളി പോകാത്ത മുസ്ലിക്ക് എന്ത് മതപരമായിട്ടുള്ള ബന്ധം? ഒന്നുമില്ല. അതൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ അവർ കുഞ്ഞാടുകൾ കൂടെ നിർത്താൻ പറ്റുള്ളൂ. അത്ര കണ്ട് പ്രശ്നമാണ് അവരുടെ സഭയിലും NSSലും SNDPയിലൊക്കെ. അതാണ്. അല്ലാതെ മുസ്ലിമോട് പ്രത്യേക ദേഷ്യം ഉണ്ടായിട്ടല്ല. അവർക്ക് അവരുടെ കാര്യം നിലനിർത്താൻ വേണ്ടി, അവർ അണികളെ കൂടെ നിർത്താൻ വേണ്ടി ഒരു ശത്രുവിന് പറഞ്ഞു. മുസ്ലിം നമ്മൾ ശത്രു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈഴവര് വെള്ളപ്പിള്ള കൂടെ നിൽക്കും, നായർ കൂടെ നിൽക്കും, സഭ പിള്ളേരും സഭയുടെ കൂടെ നിൽക്കും. ഇതാണ് കാര്യങ്ങൾ. ഇതൊക്കെ ശരിയാണ്. അതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അപ്പോൾ മുസ്ലിം സമുദായമേ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിൽ നിന്നൊരു വീഴ്ച വരരുത്. മറിച്ച് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ, ചോദിക്കുന്ന കാര്യത്തിൽ യാതൊരു ദാക്ഷിണ്യം കൊടുക്കേണ്ട അത് നമ്മൾ CH മുഹമ്മദ് സാഹിബിൻ്റെ ഭാഷ കഴിവെടുക്കുകയാണ്. വീണ്ടും 2 കാര്യം പറയുന്നത്, കല്ല് കരട് കാഞ്ഞിത മുതൽ മുള്ളും മുരട് മൂർഖം വരെയും സഖ്യത്തിലുണ്ടെന്ന് പണ്ടൊരു ഫലിതം പറഞ്ഞു. അതുപോലെ നമുക്ക് കിട്ടേണ്ട ഒരു അണുമണി പോലും അല്ലെങ്കിൽ ഒരു നെന്മണി പോലും നമ്മൾ പുറത്ത് കൊടുക്കില്ല. മറ്റുള്ള അവകാശപ്പെട്ട നെന്മണി നമ്മൾ ചോദിക്കുകയില്ല. അതാ പോയി നിൽക്കാം. അതാണ് അവകാശമാണത്. അവകാശം ചോദിക്കുന്നത് തെറ്റില്ല, അത് വർഗീയതയില്ല. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തേക്ക് നമ്മൾ ശ്രമിക്കുന്ന അവകാശം ചോദിക്കുന്നുള്ളൂ, ന്യായമായ അവകാശം. അല്ല ഒരു കൂടുതലും ചോദിക്കുന്നില്ല, ഒരു വർഗീയതയും പറയുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. മുസ്ലിം സമുദായം നിങ്ങളത് ഉയർത്തെഴുന്നേൽക്കുക. ഇപ്പോൾ മുസ്ലിം ലീഗ് എന്തെങ്കിലും ഭരണം കിട്ടിയിട്ടുണ്ട്. ഭരണം കിട്ടിയെങ്കിലും സംഘപരിവാറിന് ഒപ്പം തന്നെയാണ് പോകാൻ പറ്റുള്ളൂ. കാരണം കേന്ദ്രം ഭരിക്കുമ്പോൾ ഒരു പരിധിക്കുള്ളുന്ന അവരെ എതിർക്കാനും പറ്റില്ല. അപ്പോൾ സതീശനെ ആരും ഒന്നും എതിർക്കാൻ പറ്റില്ല. അതിന് പേരിൽ സതീശനും രമേശും ഒക്കെ സംഘനുഭാവി എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. പക്ഷേ അല്പമൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലേക്ക് നിയമിച്ചിലേക്ക് ഒരുപടി അപാകതയുണ്ട്. അതുണ്ടാകും. കാരണം മുല്ലപ്പൊടി പോയിട്ട് കൊടുക്കും, കല്ലുണ്ട സൗരഭ്യം തുടങ്ങുമ്പോൾ സംഘപരിവാർ ഭരിക്കുമ്പോൾ ആ എല്ലാ മേഖല അതിൻ്റെ ഒരു ഈ ഭരതൻ ടച്ചിന് സിനിമടിക്ക് പോയി അല്പം സെക്സ്വൽ, അതുപോലെ ആ ടച്ച് ഉണ്ടാവും. അതിന് ഭരിക്കുന്ന കേരള ഗവൺമെൻറ് മുഖ്യമന്ത്രി ഒന്നും കുറ്റപ്പെട്ട് കാര്യമില്ല, പരിധി വരെ സഹകരിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മുസ്ലിം ലീഗ് ചിന്തിക്കണം, ഇനി ഒരു 5 വർഷം 3 വർഷം കിട്ടുള്ളപ്പോൾ ഇലക്ഷൻ വരും. ഈ 3 വർഷത്തുള്ളിൽ എന്തെങ്കിലും നേടി ആ കുട്ടികളുടെ വിദ്യാഭ്യാസ സീറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുക. വിദ്യാഭ്യാസ വകുപ്പുകളുണ്ടല്ലോ, സീറ്റ് വർദ്ധിപ്പിക്കുക. ഇതെന്നറിയോ? ഇപ്പോൾ ഒരു 10,000 ഒരു 1,000-5,000 സീറ്റ് വർദ്ധിപ്പിച്ച മാണി സാർ പറയും ഞങ്ങൾക്ക് കോട്ടയത്ത് വേണം, മറ്റേ തിരുവനന്തപുരത്ത് വേണം, എറണാകുളത്ത് വേണം. അപ്പോഴും അങ്ങനെ കൂടി പത്തനംതിട്ട കോട്ടയം സ്ഥലത്ത് കുട്ടികളില്ലാതെ സ്കൂളിൽ നിന്ന് പോകുന്നു. അവിടെ മലപ്പുറം തൃശ്ശൂർ വിട്ട് അപ്പുറത്തേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്നു. ഇത് രണ്ടും വിരോധാഭാസമല്ലേ? അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം.
കുറച്ച് റോഡൊക്കെ എന്തെങ്കിലും നന്നാക്കണം. നിങ്ങൾ ഒന്ന് സന്ദർശിച്ചത് പാലം മട, ഞാൻ കുഞ്ഞാക്കാട് ഉൾപ്പെടെ ലീഗുകാരോട് പറയാണ്, പാലം മട നിങ്ങൾ സന്ദർശിക്കുക. നിങ്ങൾ പോയിട്ടുണ്ട്, പക്ഷേ ഈ രീതിയിൽ ഈ വിലയിരുത്തി വെറുതെ പോയാൽ പോരാ, ഈ രീതിയിൽ ചിന്തിച്ചിട്ട് പോകണം. അതുപോലെ പാലം അതിൻ്റെ പിന്നുള്ളത് തന്നെ തൊഴിലില്ല, ഒന്ന് പോയി നോക്ക് അവരെന്താ അവിടെ കാണിച്ചത്. അതുപോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ലേ. നാട് നന്നാക്കണേ, റോഡ് നന്നാക്കുക, എല്ലാവർക്കും ഉപയോഗിക്കല്ലേ. അപ്പോൾ ഇത്തരണത്തിൽ ഇങ്ങളുടെ കാര്യത്തിൽ മുസ്ലിം സമുദായം കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ഇറങ്ങി പ്രതികരിക്കണമെന്നും അഭ്യർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.